നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചില മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. ഇതെങ്ങനെയാണ് പടരുന്നത്, ഇതിനുള്ള ചികിത്സ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ AC വിജയശങ്കർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന ഈ രോഗത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എത്രത്തോളം അപകടമുള്ള രോഗമാണിത്? എലിപ്പനി എന്ന് പറഞ്ഞ രോഗം വളരെ അപകടകരമായ ഒരു രോഗമാണ്. ഒരു സേർട്ടൻ ലെവൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റിക്കവറി വളരെ റെയറാണ്. അതിൻ്റെ ഇൻസിഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ രാഷ്ട്രങ്ങളിലും കൂടി നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം പേര് ആണ് ഒരു കൊല്ലത്തിൽ എലിപ്പനി ബാധിച്ച് ഇരിക്കുന്ന രോഗികൾ. ഈ 10 ലക്ഷം പേരിൽ ഒരു 1 ലക്ഷം ആൾക്കാരെങ്കിലും മരിക്കുന്നുണ്ട്. അതായത് ഒരു 10% ആൾക്കാർ മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് ഈ രോഗം പടരുന്നത്? ഈ രോഗം നമ്മൾ എല്ലാ മൃഗങ്ങളിൽ കൂടിയും പടരും. അത് ഞാൻ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് ഈ രോഗം ഉണ്ടാക്കുന്നത് ഒരു അണുവാണ്, ബാക്ടീരിയയാണ്. ബാക്ടീരിയ അത് സ്പൈറോകീറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ്. ഈ സ്പൈറോകീറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള ബാക്ടീരിയ, ഇതിന് സ്പൈറോകീറ്റ്സ് 3 ആയിട്ടാണ് പിരിച്ചിരിക്കുന്നത്: ട്രിപ്പണീമ, ബൊറീലിയ ആൻഡ് ലെപ്റ്റോസ്പൈറ. അതിൽ ലെപ്റ്റോസ്പൈറ എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഞാൻ മറ്റു ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ലെപ്റ്റോസ്പൈറ എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഈ ബാക്ടീരിയ. ഇത് അണുക്കളായിട്ട് നമ്മുടെ ദേഹത്തിൽ കയറിക്കൂടുന്നത് വെള്ളം നിറഞ്ഞ ഇതിൻ്റെ ഒരു വിശേഷത എന്ന് വെച്ചാൽ 32 ഡിഗ്രി സെൽഷ്യസ് വരയ്ക്ക് ഇത് ജീവിക്കുള്ളൂ. അതിന് മേലെ അതിന് ജീവിക്കാനുള്ള കഴിവില്ല. അപ്പോൾ അത് വെള്ളം നിറഞ്ഞ പാടങ്ങളും അവിടുന്നൊക്കെയാണ് അത് പകർന്നു വരുന്നത്. ഈ പാടത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഈ പാടത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരും ആരും ചെരുപ്പിട്ടാൽ കൂടി വെള്ളത്തിൽ നിൽക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് ആണ് ഈ അണു നമ്മുടെ കാലിൽ ഒരു ചെറിയൊരു മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറിക്കൂടും. ഈ അണുവിൻ്റെ സൈസ് ഒരു 6 മില്ലി മൈക്രോൺസാണ്. അതായത് വളരെ ചെറിയ സൈസാണ്. നമുക്ക് ഒരു വലിയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ നമ്മളത് കയറിയില്ലെന്നൊന്നും നമുക്ക് ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ ദേഹത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് സകല ദിക്കിലേക്കും സ്പ്രെഡ് ചെയ്ത് പോയിട്ട് പല അവയവങ്ങളിലും ബാധിക്കുന്ന മാതിരിയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ രോഗകാരൻ. പിന്നീട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ എലിപ്പനിയെ കുറിച്ച് മുൻകരുതലുകൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. മുൻകരുതലുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിയുന്നതും ഇങ്ങനത്തെ വെള്ളത്തിൽ പണിയെടുക്കുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് വരുന്നത്. അതായത് പക്ഷേ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിലൊക്കെ പണിയെടുക്കുമ്പോൾ കവർ ചെയ്യുന്ന ഏതെങ്കിലും ചെരുപ്പോ അതോ ഷൂസോ എന്തെങ്കിലും ഇട്ട് പണിയെടുത്തിട്ടില്ലെങ്കിൽ ഇത് കയറിക്കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാൻ റെയിൽവേയിലെ കൂലിപ്പോട്ടർ, അതുകൊണ്ടാണ് കൂടുതൽ സംശയം. അതെ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കൂടി നമ്മൾ നടന്നു പോവുകയാണെങ്കിലും നമ്മൾ സാധാരണ ചെരുപ്പിട്ടിട്ടൊന്നും കാര്യമില്ല. എന്നുവെച്ചാൽ ചെരുപ്പിൻ്റെ സൈഡിൽ കൂടിയൊക്കെ അത് കയറാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കേരളം കേരളം എന്ന് പറഞ്ഞത് ഒരു 32 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അണു ജീവിക്കുള്ളൂ. അപ്പോൾ കേരളത്തിൽ നമ്മൾ മഴക്കാലമൊക്കെ വരുമ്പോൾ വെള്ളം പല ദിക്കിലും കെട്ടി നിൽക്കാറുണ്ട്.
അപ്പോൾ ടെമ്പറേച്ചർ അതിൽ 32 ഡിഗ്രി മാത്രമേ ഉണ്ടാവാറുള്ളൂ. 32 ഡിഗ്രിയിൽ താഴെ ആയിരിക്കും. ഈ വർഷം നമുക്ക് മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് ഈ വർഷം ലെപ്റ്റോസ്പൈറയുടെ ഇൻസിഡൻസ് വളരെ കുറവായിരുന്നു. പക്ഷെ സാധാരണ ഈ മഴ പെയ്യുന്ന സമയത്താണ് ഇത് പകർന്നു വരുന്നത്. അത് കാലിൽ കൂടി കയറിയിട്ടാണ് വരുന്നത്. ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഞാൻ എറണാകുളത്താണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ വിളിച്ച സംശയം ചോദിക്കാനാണേ, ഈ എലിപ്പനിയുടെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ രണ്ടെണ്ണാണ്. ഒന്ന്, എലിപ്പനി മെയിനായിട്ട് ലിവറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ലിവറിനെ എഫക്റ്റ് ചെയ്തിട്ട് മഞ്ഞപ്പിത്തം. രണ്ടാമത്തെ ലക്ഷണം കിഡ്നിയെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിവറും കിഡ്നിയും വളരെ വൈറ്റലായിട്ടുള്ള ഓർഗൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഇതാണ് ഇതാക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷണം എന്താ വെച്ചാൽ ഹെമറേജ്. അപ്പോൾ ഈ എലിപ്പനി പല വിധത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കാണുന്ന എലിപ്പനി എല്ലാ ഓർഗാനിസം ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണ് ഉള്ളത്. അതായത് അതിൻ്റെ ജീവിത രീതിയെ പറ്റിയിട്ടാണ് ആ പേരുകളൊക്കെ വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓർഗാനിസം, ഇവിടെ വളർന്നു വരുന്ന ഓർഗാനിസത്തിന് ലെപ്റ്റോസ്പൈറ ഹെമറാജിക്ക, ലെപ്റ്റോസ്പൈറ ഇക്റ്ററ ഹെമറാജിക്ക എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഈ ലെപ്റ്റോസ്പൈറ അതിൻ്റെ ഓർഗാനിസത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര്. ഇക്റ്ററസ് എന്ന് പറഞ്ഞാൽ ജോണ്ടിസ്, അതായത് ലിവറിനെ എഫക്റ്റ് ചെയ്തിട്ട് ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹെമറാജിക്ക എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, ബ്ലീഡിങ്ങിനും സാധ്യതയുണ്ട്. അപ്പോൾ കിഡ്നിയെ എഫക്റ്റ് ചെയ്യും, ലിവറിനെ എഫക്റ്റ് ചെയ്യും, ബ്ലീഡിങ്. ഇതാണ് മൂന്ന്. ഞാൻ സംശയം ചോദിക്കുന്നത്, എനിക്ക് 2-3 ദിവസമായിട്ടേ കോൾഡ് പോലുള്ള സിംറ്റംസ് വന്നു. കോൾഡ് മാതിരത്തെ സിംറ്റംസ് ഒന്നും ഇതിന് വരില്ല. ഹലോ, കോൾഡിന്റെ സിംറ്റംസ് പോലെ ചുമയും ചെറിയ തലവേദനയും പനിയും ഒക്കെയുണ്ട്. മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറവുണ്ടെങ്കിൽ മൂത്രത്തിൽ നിറവ്യത്യാസം കാണുന്നുണ്ട്. അതിങ്ങനെ വല്ലതും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മൂത്രത്തിൽ നിറവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിവറിന്റെ ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് കേടുണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട് ഹെമറാജിക് ടെൻഡൻസീസ് ഉണ്ടോ എന്നുള്ളത് അതും നോക്കണം. അതായത് ക്ലോട്ടിങ് ടൈമും ബ്ലീഡിങ് ടൈമും നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്നിട്ടേ പിന്നെ നിങ്ങൾ ലെപ്റ്റോസ്പൈറ ആണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമുള്ളൂ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സുജിത്ത് എന്നാണ്, ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ സുജിത്ത്. ഹലോ ഹലോ പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് എലിപ്പനി എന്നാണ് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് എലിപ്പനിയും ഡെങ്കിപ്പനി ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ ഒരുമിച്ച് വരാൻ ചാൻസ്? അതായത് ഈ എലിപ്പനിയുടെ സിംറ്റംസും ഞങ്ങളുടെ പുസ്തകങ്ങളിലെല്ലാം പറയുന്നത് എന്താ വെച്ചാൽ, എലിപ്പനിയുടെ സിംറ്റംസും ഡെങ്കിപ്പനിയുടെ സിംറ്റംസും വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള സിംറ്റംസാണ്. രണ്ടിനും ഏകദേശം ഒരേ മാതിരത്തെ സിംറ്റംസാണ്. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും ടെസ്റ്റ് ചെയ്യണം. ലെപ്റ്റോസ്പൈറ ടെസ്റ്റ് ചെയ്യണം വേണം. അതേ സമയത്ത് ഡെങ്കിപ്പനി ഉണ്ടോ എന്ന് അതും ടെസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് രണ്ടും കൂടി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിനും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളെ കാണുന്നുള്ളൂ. ഈ ഡെങ്കിപ്പനിക്കും ഈ വക പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്. ഒരു രോഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് അതിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ ആദ്യം വരുന്നത് ഡെങ്കിപ്പനിയാണ്. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് രണ്ടും ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ പാസ്റ്റർ കുഞ്ഞു കോടിയാട്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്.
ഞാൻ ഒരു പാസ്റ്ററാണ് സാർ. ആ എനിക്ക് ഒരു സംശയമുള്ളത്, ഇവിടെ അടുത്തൊരു ശവസംസ്കാരം നടത്തുമ്പോൾ ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിലെ ശവസംസ്കാരത്തിന് ഒരു ഫുഡ് പാക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അറിയാമെന്ന് വിചാരിക്കുന്നു. ആ അതിനകത്ത് വെജിറ്റബിൾ പപ്സും മറ്റെന്തോ ഒരു ഐറ്റവും ഒരു പഴവും വെച്ച് അവര് ഒരു ശവോടക്ക സമയം കഴിഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് അതിപ്പോ കഴിച്ചതില് 2 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ അവര് എറണാകുളത്തുള്ള ഏതോ ഒരു ഇവിടുത്തെ തിരുവല്ലയിലെ ഹോസ്പിറ്റലിൽ പോരാഞ്ഞ് പിന്നെ അവര് എറണാകുളത്തുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർക്ക് എലിപ്പനിയാണ് എന്ന് പറയാനിടയായി. അപ്പൊ അതിന്റെ ഒരു പോസിബിലിറ്റി ഒന്നും മനസ്സിലാക്കാതിരുന്ന അവസാനം ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്, നിങ്ങൾ കഴിച്ച ആ ഭക്ഷണത്തിലെ ആ പഴത്തിന്റെ പുറത്ത് ഈ കടയിലിരുന്നപ്പം എലി വല്ലതും പെടുത്തു കാണും, അത് ഇതിന്റെ കൂടെ വെച്ചിട്ട് അത് നിങ്ങൾ കഴിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയാനായിട്ട് ഇടയായി. ഇതിനകത്ത് വാസ്തവം വല്ലതും ഉണ്ടോ? അതായത് അത് വളരെ നേരിയൊരു പോസിബിലിറ്റിയാണ്. എന്താ വെച്ചാൽ പഴത്തിൻ്റെ അകത്ത് ഇത് കയറിക്കൂടാനും പഴത്തിൻ്റെ തൊലി ഒരു വിധം ബലമുള്ള തൊലിയാണ്. അപ്പോൾ അത്ര എളുപ്പത്തിൽ അത് കയറിക്കൂടാനൊക്കെ ഒരു സംശയാസ്പദമായ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനേക്കാൾ ഈ ശവസംസ്കാരം ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും എലി മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മൂത്രത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അതല്ല സാർ അവര് പറഞ്ഞത്, ഹോസ്പിറ്റലുകാർ പറഞ്ഞ പഴത്തിനകത്ത് കയറിയെന്നല്ല, പഴം ഈ പറഞ്ഞ ഫുഡിന്റെ കൂടെ വെച്ചേക്കുവാണല്ലോ അകത്ത് തന്നെ ഒരു പാക്കറ്റാ. അപ്പൊ ആ പാക്കറ്റിനകത്ത് ഈ 3 സാധനങ്ങൾ ഒരുമിച്ച് വെച്ചപ്പോൾ ആ പഴത്തിന്റെ തൊലിയുടെ പുറത്തുള്ള അണുക്കൾ ഇതിനകത്ത് കയറി എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ അതൊക്കെ സംശയാസ്പദമായ ഇതാണ്. ഇത് ഏറ്റവും നല്ല ലാബറട്ടറീസിലും കൂടി എലിപ്പനി ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അത്. അപ്പോൾ ഏകദേശം നമ്മൾ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് കയറിക്കൂടിയതെന്ന് ചോദിച്ചാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെരുപ്പിടാതെ പല ദിക്കിലും നടക്കാറുണ്ട്, വെള്ളമുള്ള സ്ഥലത്തൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം കയറിക്കൂടുന്നത്. അപ്പോൾ അത് വളരെ ചെറിയ സാധനം ആയതുകൊണ്ട് നമ്മൾ ഒന്നും തോന്നും പോലെയില്ല. അപ്പോൾ അതിൽ കൂടിയാണ് വന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനെ വിമർശിക്കാനും പറ്റില്ല, അത് അല്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും കമൻസ് പാസ് ചെയ്യുന്നില്ല. താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, എലിപ്പനി എങ്ങനെയുള്ള മൃഗങ്ങളിൽ നിന്നാണ് പടരുന്നത്? സസ്തനികളിൽ നിന്ന് മാത്രമാണോ ഈ രോഗം ഉണ്ടാകുന്നത്? അല്ല, എലിപ്പനി ബാധിച്ച മനുഷ്യന്മാരും എലിപ്പനി ബാധിച്ച ഏത് മൃഗത്തിൻ്റെയും മൂത്രത്തിൽ കൂടിയാണ് പകരുന്നത്. ഈ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിൽ കൂടിയാണ് ഈ എലിപ്പനിയുടെ ഓർഗാനിസംസ് പുറത്തു വരുന്നത്. അതിൻ്റെ ചെറിയൊരു ഞാനൊരു സമയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ എലിപ്പനിയുടെ ഓർഗാനിസം ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേഹത്തിൽ കൂടിയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ഒടുവിൽ വന്നിട്ട് എല്ലാ ദിക്കിൽ കൂടിയും രക്തത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. സകല ദിക്കിലും രക്തം പോകുന്ന സകല ദിക്കിലേക്കും അത് സഞ്ചരിച്ച് വന്ന് ഒടുവിൽ വന്നിട്ട് ഈ യൂറിനറി ബ്ലാഡർ അതായത് മൂത്രസഞ്ചിയിലാണ് വന്ന് തങ്ങുന്നത്. ഈ മൂത്രസഞ്ചിയിൽ വന്ന് തങ്ങുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ 32 ഡിഗ്രി ആണ് അതിൻ്റെ ലിമിറ്റ്. 32 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ എലിപ്പനിയുടെ ഓർഗാനിസം തന്നെത്താൻ ചത്തോളും. അപ്പോൾ അതിന് വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്ന് ഇരുന്നാലേ വെള്ളത്തിൽ കൂടി അത് ബ്ലഡിൽ കൂടി പോയിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നത് ഒടുവിൽ മൂത്രസഞ്ചിയിലാണ്. മൂത്രസഞ്ചിയിൽ വന്നാൽ എപ്പോഴും മൂത്രം ഉണ്ടാവും, അപ്പോൾ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് അത് അവിടെയാണ് ജീവിച്ച് വരുന്നത്. അപ്പോൾ ഈ മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സെപ്റ്റിക് ടാങ്ക്സിലൊക്കെ ഉള്ള ഇതിലൊക്കെ മൂത്രം ഒഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ ഈ നാട്ടുപുറത്ത് പ്രദേശങ്ങളിൽ ആളുകളും
ശരി, ബാക്കിയുള്ളവരും ശരി. മൃഗങ്ങൾക്ക് പിന്നെ പറയാനും നിർത്തിയില്ല. മൃഗങ്ങളും ഒക്കെ പിന്നെ ഈ തൊഴുത്തുകളിൽ നിന്നൊക്കെ, കന്നുകാലികളുടെ തൊഴുത്തുകളിൽ നിന്നൊക്കെയാണ് ഇത് മെയിനായിട്ട് വരുന്നത്. അവിടെയൊക്കെ നനവുണ്ടാവും, ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഈ കന്നുകാലികൾ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രത്തിൻ്റെ മുകളിൽ ഒരു മുറിവുള്ള ഒരാൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെരുപ്പൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ പറ്റാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇല്ലെങ്കിൽ അത് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ നമ്മളിപ്പോൾ പാല് കറക്കാനൊക്കെ പോകുമ്പോൾ അതൊന്നും നോക്കാറില്ല, നമ്മൾ ചെരുപ്പിടാൻ പോകാൻ നോക്കാറില്ല. ആ ഇതിലൊക്കെ പോയി നമ്മൾ പാലൊക്കെ കറക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയാണ് നമ്മുടെ കാലിലേക്ക് കയറുകയും പിന്നെ അത് രക്തത്തിൽ കൂടി കലർന്ന് പല സ്ഥലത്തേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ആവും. അത് പറ്റി വളരും, ഒടുവിൽ വന്നിട്ട് ഇതിൽ വരും. ഈ ലെപ്റ്റോസ്പൈറയെ പറ്റി പറയുകയാണെങ്കിൽ കുറേ വിഭാഗങ്ങളുണ്ട്. ഒരു കോൾ ഉണ്ട് അതിന് ശേഷം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ആന്റണി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ. യെസ്. എനിക്കൊരു 2-3 മാസം മുമ്പ് ജോലിക്കിടയിൽ ഇങ്ങനെ എലി ഒന്ന് കടിച്ചു. എലി കടിച്ചു തന്നെ. ജോലിക്കിടയെ പറ്റിയതാണ്. കാര്യം എസിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ എസിക്കുള്ളിലുണ്ടായിരുന്നു. അപ്പൊ അത് എസി പെട്ടെന്ന് അങ്ങ് കയ്യിൽ കടിച്ചു, വിരലില്. അതിനുശേഷം ഞാൻ വാക്സിൻ എടുത്തായിരുന്നു, 5 വാക്സിൻ എടുത്തായിരുന്നു. ഇപ്പൊ ഇതുവരെ കുഴപ്പമൊന്നും. പക്ഷെ ഇപ്പൊ എനിക്കൊരു 1-2 ആഴ്ചയായിട്ട് ഈ ശരീരത്തിന്റെ ലെഫ്റ്റ് ഇടയ്ക്ക് ചെറിയ പെയിന് കാര്യമൊക്കെ ഉണ്ട്. അത് ഇതിന്റെ എന്ത് വാക്സിനാ എടുത്തത്? ഈ എലിയുടെ ഇതിനുള്ള വാക്സിൻ തന്നെ എടുത്തത്. 5 വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 5 എടുത്തായിരുന്നു. അതിന്റെ വാക്സിൻ എന്താ റേബീസ് വാക്സിനാണ്, ആന്റി റേബീസ് വാക്സിനാണ്. അത് എലി, നായ എന്ത് കടിച്ചാലും നമ്മൾ എടുക്കുന്ന വാക്സിനാണ്. എലിപ്പനിക്ക് വാക്സിനൊന്നുമില്ല. അപ്പോൾ എലിപ്പനിക്ക് വാക്സിനൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എലിപ്പനിക്ക് വാക്സിനൊന്നും കിട്ടുന്നില്ല. പക്ഷെ എലിപ്പനി ഞാൻ പറഞ്ഞില്ലേ, എലിപ്പനി വെള്ളത്തിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലി കടിച്ചാലൊന്നും വരില്ല. അല്ലേ? ഇതുകൊണ്ട് മറ്റു കാര്യങ്ങളോ നമുക്കിത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ വല്ല ബ്ലഡ് ടെസ്റ്റിംഗിലോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും? എലി കടിച്ചത് കൊണ്ട് എലിപ്പനിയുടെ ടൈറ്റർ നോക്കാനുള്ള എല്ലാ ലാബറട്ടറീസും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിപ്പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയും. അതിന് ഏത് ടെസ്റ്റാ ചെയ്യുന്നത്? ആന്റി ലെപ്റ്റോസ്പൈറ ഇത് ഉണ്ട്, ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ലാബറട്ടറീസും ചെയ്യുന്നുണ്ട് കേട്ടോ. ലെപ്റ്റോസ്പൈറ ആണെന്നാണ് ഇതിന് പറയുക. കടിച്ചതുകൊണ്ട് പകരില്ല. കടിച്ചതുകൊണ്ട് റേബീസ് ആണ് പകരുക. അപ്പൊ അതിനാണ് ഒരു ആന്റി റേബിക് ട്രീറ്റ്മെന്റ് ആണ് അവർ 5 ഇഞ്ചക്ഷൻ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, എലിപ്പനിയുടെ ചികിത്സ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്? എലിപ്പനിയാണ് എന്ന് നിരൂപിച്ചു കഴിഞ്ഞാൽ ചികിത്സ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജസ് ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റിയ രോഗമാണ്. അതായത് ലിവറൊക്കെ ഫെയിൽ ചെയ്യുന്ന വരെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ആ സ്റ്റേജൊന്നും വന്നിട്ടില്ലെങ്കിൽ എലിപ്പനിക്കുള്ള ആൻറ്റിബയോട്ടിക് 3-4 ആൻറ്റിബയോട്ടിക്സ് പറയുന്നുണ്ട്. പക്ഷേ പണ്ട് കാലം പോലൊക്കെ കൊടുത്തു വരുന്ന ആൻറ്റിബയോട്ടിക്സ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബുക്സ് അടക്കം പറയുന്നത് ക്രിസ്റ്റലൈൻ പെൻസിലിനാണ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ. ക്രിസ്റ്റലൈൻ പെൻസിലിൻ ഇൻ ഹൈ ഡോസസ്. അപ്പോൾ 20 lakhs 6th hourലിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻട്രാവീനസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെൻസിലിന് സെൻസിറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളികയുണ്ട്. അതിൻ്റെ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. ഡോക്സിസൈക്ലിൻ ഇഞ്ചക്ഷൻ ആദ്യം കൊടുത്തിട്ട് പിന്നീട് ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നിലും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഈവൻ അമോക്സിസിലിൻ ഒക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാധിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫുൾ പ്രൂഫ് ആണെന്ന് അറിയുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുള്ളായിട്ടിരുന്നത് പെൻസിലിനും ഡോക്സിസൈക്ലിനിലുമാണ്. ഇങ്ങനെ ഒരു ബാക്ടീരിയ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര കാലം കൂടുമ്പോഴാണ് ഇങ്ങനെ
പുരോഗമിക്കുന്നത്. ചിലപ്പോൾ 2-3 ആഴ്ചയിൽ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ടാവില്ല, പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാലാണ് ഈ ഹെമറേജിലൊക്കെ മാറുന്നത്. ഈ ഒരു സർക്കുലേഷനിൽ എൻട്രി ചെയ്തിട്ട് അത് കുറച്ച് സമയം പിടിക്കും. എല്ലാ ദിക്കിലും എല്ലാം കറങ്ങി ഒടുവിൽ വന്ന് ഇതിൽ യൂറിനറി ബ്ലാഡറിൽ വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഈ സർക്കുലേഷനിൽ പോകുന്ന സമയത്താണ് അത് ആൻറ്റിജനിക് പൊട്ടൻഷ്യൽസ് ഒക്കെ വന്നിട്ട് അപ്പോഴാണ് നമുക്ക് സിംറ്റംസ് വരുന്നത്. അപ്പോൾ സർക്കുലേഷനിൽ പിന്നെ അത് വന്ന് ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ബാക്ടീരിയ ഒക്കെ ഉള്ളെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മളത് കവർ ചെയ്ത് പോകും. ആ സമയത്തുള്ള സിംറ്റംസ് എന്താണ്? ചെറിയൊരു പനിയും ഒരു ദേഹവേദനയും മറ്റതൊക്കെ ഉണ്ടാവും. വല്ലോണം വരുന്ന സമയത്താണ് നമുക്ക് ജോണ്ടിസും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു കാരണം എലിപ്പനിയാണ്. അപ്പോൾ ഇപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണ മഞ്ഞപ്പിത്തമാണ്. പക്ഷേ ഇത് എലിപ്പനി വന്നാലും നമുക്ക് മഞ്ഞപ്പിത്തത്തിന് ടെസ്റ്റ് ചെയ്യണം. മഞ്ഞപ്പിത്തത്തിന് എലിപ്പനി പോസിറ്റീവ് ആണെങ്കിൽ എലിപ്പനിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ മഞ്ഞപ്പിത്തം ക്ലിയർ ആവുള്ളൂ. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞത് ബേസിക്കലി നമ്മൾ മലയാളികൾ വിചാരിക്കുന്നത് മഞ്ഞപ്പിത്തം ഒരു രോഗമാണെന്ന്. മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണമാണ്. പിത്തത്തിൻ്റെ ലെവൽ ദേഹത്തിൽ കൂടുമ്പോഴാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതൊരു രോഗലക്ഷണം മാത്രമാണ്, രോഗമല്ല. അപ്പോൾ മഞ്ഞപ്പിത്തം പല രോഗങ്ങളിലും വരും. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇത് എലിപ്പനിയിലും മഞ്ഞപ്പിത്തമാണ് വരുന്നത്. എലിപ്പനിയിലും മഞ്ഞപ്പിത്തം കൊണ്ട് ആണ് ആൾക്കാർക്ക് രക്തസ്രാവം ഉണ്ടാവും, ബ്ലീഡിങ് ടെൻഡൻസീസ്, ഹെമറാജിക് ബ്ലീഡ് ടെൻഡൻസീസ്. അപ്പോൾ ലെപ്റ്റോസ്പൈറ ഇക്റ്റുറ ഹെമറാജിയ എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഇനി നമ്മൾ അണുക്കളെ പറ്റിയിട്ട് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഈ ലെപ്റ്റോസ്പൈറ ഇപ്പോൾ വിഭാഗീയപ്പെട്ടിട്ട് 22 സ്പീഷീസ് ഉണ്ടെന്നാണ് ഈ ലേറ്റസ്റ്റ് ലിറ്ററേച്ചർ പറയും. അതിൽ ഒരു 10 സ്പീഷീസോളം വളരെ വിർലൻ്റ് ആണ്. അതായത് വളരെ കയറിക്കഴിഞ്ഞാൽ വളരെ ഉടനെ ആൾക്കാർക്ക് രോഗമുണ്ടാവും എന്നും, ഒരു 5 സ്പീഷീസോളം ലെസ് വിർലൻ്റ് ആണ്, പക്ഷേ വിർലൻ്റ് ആണ് അപ്പോഴും. നോൺ വിർലൻ്റ് ആയിട്ട് ഒരു 7 സ്പീഷീസും ഉണ്ട്. അങ്ങനെ 22 സ്പീഷീസാണ് ഇപ്പോൾ ഉള്ളത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലിറ്ററേച്ചറിൽ പ്രകാരം പറയുന്നത്. അപ്പോൾ ലെപ്റ്റോസ്പൈറ ഇങ്ങനെ കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ വരികയും അതിനെ നമ്മൾ യഥാസമയം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ട് വലിയ വിഷമങ്ങളും വരികയും ഉണ്ടാകുന്നു. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. എലിപ്പനിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നതിന് നന്ദി.